Hello, a very good morning, my dears. A very good morning. Are you happy? Yes, my kids are always happy, I know. Had your breakfast? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ വന്നത്? എല്ലാവരും കഴിച്ചോ? റുഫൈദ ഫുഡ് കഴിച്ചോ? റുഫൈദ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഐൻ അൽസബ ഭയങ്കര സ്മാർട്ട് ഗേൾ ആണല്ലേ? എല്ലാവരും സ്മാർട്ടാണ്. ഓക്കെ, ഐൻ അൽസബ ഫുഡ് കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ വന്നത്? ഹിസാന, അഹ്സാന എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലേ? മിസ് കുറേ പേരുടെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ? ഓരോരോ ക്ലാസ്സിലായിട്ട് ഓരോരുത്തരുടെ പേര് വിളിച്ച് മിസ് എന്ത് ചെയ്യാം? ചോദിക്കാം കേട്ടോ, നിങ്ങളുടെ വിശേഷമൊക്കെ മിസ് തിരക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായിരുന്നു നമ്മുടെ വാട്ട് വാസ് അവർ ചാപ്റ്റേഴ്സ് നെയിം? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു? ആരാ പറയാൻ പോകുന്നത്? ആരാ ഫസ്റ്റ് പറയുന്നത് നോക്കട്ടെ. ആരാ പറയാ വേഗം? അതെ, കുറേ പേര് പറയുന്നുണ്ട്. യെസ്, എ ഹാപ്പി ചൈൽഡ്. അതായിരുന്നല്ലേ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. നല്ലൊരു പോയമായിരുന്നു അല്ലേ? എല്ലാവർക്കും എൻജോയ് ചെയ്ത് നന്നായിട്ട് എല്ലാവരും വായിച്ച് കേൾപ്പിച്ചതെല്ലാം നല്ല രസമുണ്ടായിരുന്നു. അതേപോലെ ന്യൂ വേർഡ്സ് എഴുതി കാണിച്ചു. മക്കളെല്ലാവരും നല്ലോണം എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കീപ്പ് ഇറ്റ് അപ്പ്. പിന്നെ എന്താണ്? ഓക്കെ, അപ്പോൾ നമ്മുടെ പോയം കഴിഞ്ഞു. പിന്നെ നമ്മൾ ആക്ടിവിറ്റീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് എന്ന് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ഉള്ളവർ പേജ് നമ്പർ 2 ആണ്. അതിൽ റീഡ് ആൻഡ് മാച്ച് ദ വേർഡ്സ് വിത്ത് പിക്ചേഴ്സ്, ഡ്രോ എ ലൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. റീഡ് ചെയ്തിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് പിക്ചറുമായിട്ട്. അപ്പം 2 കുട്ടികളുടെ പടം കൊടുത്തിട്ടുണ്ട്. ഒരു ബോയും ഒരു ഗേളുമാണ്. എന്നിട്ട് ഏതാ ബോയ് ഏതാ ഗേൾ എന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? മാച്ച് ചെയ്താൽ മതി. ഭയങ്കര സിമ്പിളാണല്ലേ? ഓക്കെ, അപ്പം ഞാൻ മിസ് ചോദിക്കട്ടെ, നമ്മുടെ ആരാണ്? റുഫൈദ അടുത്ത് ഇപ്പം ചോദിക്കുവാണ്, ഹൂ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൂ ആർ യു, നീ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റുഫൈദ ആദ്യം എന്ത് പറയും? ഐ ആം റുഫൈദ. പിന്നെ എന്ത് പറയും? ഐ ആം എ ഗേൾ അല്ലേ? അങ്ങനല്ലേ? പെൺകുട്ടികളൊക്കെ എന്ത് പറയും? നമ്മുടെ പെൺപിള്ളേരൊക്കെ എന്ത് പറയും? ഐ ആം എ ഗേൾ എന്ന് പറയും. ഞാനൊരു പെൺകുട്ടിയാണ്. ഐ ആം റുഫൈദ, ഐ ആം എ ഗേൾ. അപ്പം മിസ്സാണ് എങ്ങനെ പറയും? മിസ് എങ്ങനെ പറയും? ഐ ആം ജുബിന, ഐ ആം എ ഗേൾ. ഇനി അമാൻ എങ്ങനെ പറയാൻ പോകുന്നത്? അമാൻ എങ്ങനെ പറയും? ഹൗ വിൽ യു സേ? ഐ ആം അമാൻ, ഐ ആം എ ബോയ് അല്ലേ? അങ്ങനല്ലേ പറയാ? ആണ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ആൺകുട്ടികൾ എന്താണ്? ആൺകുട്ടികൾ എന്തായിരിക്കും പറയാം? നമ്മൾ ബോയ്സ് എന്ന് പറയും. പെൺകുട്ടികളെ എന്ത് പറയും? ഗേൾസ് എന്ന് പറയും. നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഫസ്റ്റത്തെ നമ്മുടെ ആക്ടിവിറ്റി കൊടുത്തേക്കുന്നത്. എന്താ? നമ്മൾ ഗേളിനെയും ബോയിനെയും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗേളിൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്, ബോയിൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എന്നിട്ട് ഗേളിനും ബോയിന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഗേളിന് എഴുതിയേക്കുന്ന വേർഡിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യണം? ഗേളിൻ്റെ പിക്ചറിലോട്ട് വരച്ച് ഇങ്ങനെ മാച്ച് ചെയ്യണം. ബോയ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ നേരെ ബോയുടെ പിക്ചർ മാച്ച് ചെയ്യണം. അത്രേ ഉള്ളൂ. പക്ഷെ മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഗേളിനും ബോയിന്നും വായിക്കാൻ അറിയണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വായിക്കാൻ അറിയണമെങ്കിൽ വി ഹാവ് ടു ലേൺ ദ സ്പെല്ലിംഗ്. നമ്മൾ എന്ത് ചെയ്യണം? വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ബോയുടെ സ്പെല്ലിംഗ് എന്താണ് മക്കളെ? മിസ് പറയുമ്പോൾ മിസ്സിൻ്റെ ഒപ്പം പറയണം. BOY ബോയ്. എന്താണ്? BOY ബോയ്. ഒന്നുകൂടെ പറഞ്ഞേ, BOY ബോയ്. ഓക്കെ, ബോയ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞു? ആൺകുട്ടിയാണെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, ഇനി അടുത്തത് ഗേൾ ആണേ. ഗേൾ എന്ന് പറഞ്ഞാൽ ആരാ? പെൺകുട്ടികൾ സ്കേർട്ടൊക്കെ ഇട്ട് നല്ല ഒരുങ്ങിയല്ലേ നടക്കുന്ന ക്യൂട്ടായിട്ടുള്ള ബോയ്സും ക്യൂട്ടാണ്. ഓക്കെ, ഗേൾസിൻ്റെ ഡ്രസ്സ് അതേ മിസ് പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഗേളിൻ്റെ സ്പെല്ലിംഗ് എന്താ മക്കളെ? മിസ് പറഞ്ഞു കഴിയുമ്പോൾ മിസ്സിൻ്റെ ഒപ്പം കൂടെ പറയണം കേട്ടോ. GIRL ഗേൾ. GIRL ഗേൾ. ഒന്നുകൂടെ പറഞ്ഞേ, GIRL ഗേൾ. ഒന്നുകൂടെ GIRL ഗേൾ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാ മിസ് എന്താ പറഞ്ഞേ? BOY ബോയ്, GIRL ഗേൾ. ഓക്കെ, ആ 2 സ്പെല്ലിങ് പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BOY കാണുമ്പോൾ എന്ത് ചെയ്യും? ബോയ് ആണെന്ന് നമുക്ക് മനസ്സിലാവും.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബോയുടെ നേരെ, ആൺകൊച്ചിൻ്റെ നേരെ അത് മാച്ച് ചെയ്യും. GIRL കാണുമ്പോൾ നമുക്കത് ഗേൾ ആണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ വേർഡ് ഗേൾ, പെൺകുട്ടിയുടെ ഫോട്ടോയ്ക്ക് നേരെ എന്ത് ചെയ്യും, നമ്മൾ മാച്ച് ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ്. അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതെല്ലാവരും എന്ത് ചെയ്യണം, ചെയ്യണം. ഇനി തൊട്ട് എന്താ മിസ് ചെയ്യാമെന്നറിയോ? ചെയ്യാത്തവരുടെ ഇത്ര നാൾ മിസ് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ? ചെയ്തവർക്ക് വെരി ഗുഡ് പറയും, ചെയ്യാത്തവർ മിസ് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇനി തൊട്ട് ഇന്ന് തൊട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാത്തവരുടെ പേര് എവിടെ ഉണ്ടാവും? ഗ്രൂപ്പിൽ ഉണ്ടാകും. അതുകൊണ്ട് ഗ്രൂപ്പിൽ അപ്പോൾ എല്ലാ ടീച്ചേഴ്സും കാണും അല്ലേ? നാണക്കേടാ. അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും കറക്റ്റായിട്ട് രാത്രിക്ക് മുന്നേ എന്ത് ചെയ്യണം, മിസ്സിന് വർക്ക്സ് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, നല്ല വർക്ക്സ് ആണല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്ക്സ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണെന്നറിയോ? നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഓൾറെഡി ഡൺ ദാറ്റ്. എന്താണെന്നറിയോ? ഫൺ വിത്ത് കളേഴ്സ്. നമ്മൾ എന്തൊക്കെ ചെയ്തതായിരുന്നു അല്ലേ? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ഹാപ്പി ചൈൽഡ്സ് ഹൗസ്? ഹാപ്പി ചൈൽഡിൻ്റെ കളർ, വീടിൻ്റെ കളർ എന്താണ്? റെഡ് ആണ്. പിന്നെ വാട്ട് ഈസ് ദ കളർ ഓഫ് യുവർ ഹൗസ്? നിങ്ങളുടെ വീടിൻ്റെ കളർ എന്താണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒത്തിരി കളർ അയച്ചു. യെല്ലോ, ഗ്രീൻ, റെഡ്, വൈറ്റ്, അങ്ങനെ ഒത്തിരി കളറിലുള്ള വീടുണ്ട്. പിന്നെ മിസ്സിൻ്റെ വീടിനും ഒത്തിരി കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ അതേ ബാക്കിൽ കാണുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ആണ്, അതൊരു ലൈറ്റ് ബ്ലൂ കളറാണ്. പിന്നെ വേറെ റൂമിന് ഒരു ഓറഞ്ച് കളറുണ്ട്. പിന്നെ എന്ത് കളറാണ്? അങ്ങനെ ഗ്രീൻ കളറുണ്ട്. പിന്നെ ഹാളിന് പിങ്ക് കളറുണ്ട്. അങ്ങനെ കുറേ കളറുണ്ട് മിസ്സിൻ്റെ വീടിന്. ഓക്കെ, അപ്പോൾ നമ്മളത് പറഞ്ഞു. പിന്നെ വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ട്രീ? ട്രീ നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് കളറാണ്? ഗ്രീൻ അല്ലേ? ഗ്രീൻ ട്രീ. യെസ്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ സൺ? സണ്ണിൻ്റെ കളർ എന്താ? സണ്ണിൻ്റെ കളർ യെല്ലോ. YELLOW, യെല്ലോ. സണ്ണിൻ്റെ കളർ നമ്മൾ പറയുമ്പോൾ നോർമലി ഓറഞ്ച് എന്നല്ല, സണ്ണിൻ്റെ കളർ എന്തായിട്ടാണ് നമ്മൾ പറയാ? യെല്ലോ എന്നാണ് കേട്ടോ പറയാം. മഞ്ഞ കളറല്ലേ? അതാണ് പറയാം. ഇനി ലെറ്റ്സ് ടോക്ക്. അപ്പം നമ്മൾ ഒരു ആക്ടിവിറ്റി ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തത് യു ഹാവ് ഓൾറെഡി ഡൺ ദാറ്റ്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണെന്നറിയോ? ലെറ്റ്സ് ടോക്ക്. നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക്. അതാണ് മിസ്സിന് വേണ്ടത്. ഇസ് ദർ എ ട്രീ ഗ്രോയിങ് നിയർ യുവർ ഹൗസ്? നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു മരം വളരുന്നുണ്ടോ? ഈസ് ദർ എ ട്രീ ഗ്രോയിങ് നിയർ യുവർ ഹൗസ്? നിങ്ങളുടെ വീടിനടുത്തൊരു മരം വളരുന്നുണ്ടോ? ടെൽ us about the tree. Is it big or small? Do you like the tree? What is the name of the tree? എന്തൊക്കെയാ? നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വളരുന്ന മരത്തിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വളരുന്ന ഒരു മരത്തിനെ കുറിച്ച് ഞങ്ങളോട് പറയുക. ഈസ് ഇറ്റ് ബിഗ് ഓർ സ്മോൾ? വലിയ മരമാണോ അതോ ചെറിയ മരമാണോ? ബിഗ് ആണോ സ്മോൾ ആണോ എന്ന് പറയാം. പിന്നെ ഡു യു ലൈക്ക് ദ ട്രീ? നിങ്ങൾക്ക് ആ മരം ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ദ ട്രീ ഇഷ്ടമാണോ എന്ന് പറയാം. ദെൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ട്രീ? മരത്തിൻ്റെ പേരെന്താണെന്ന് പറയാം. മാംഗോ ട്രീ ആണോ അല്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് ട്രീ ആണോ? അങ്ങനെ കുറച്ച് ട്രീസ് ഉണ്ടല്ലേ. അപ്പം അതെങ്ങനെയായിരിക്കണം? യു ഹാവ് ടു ടോക്ക്. എന്ത് ചെയ്യണം? യു ഡോണ്ട് ഹാവ് ടു റൈറ്റ് ഇറ്റ്, ബട്ട് യു ഹാവ് ടു ടോക്ക്. നിങ്ങൾ എന്ത് ചെയ്യണം? അത് സംസാരിച്ച് വോയിസ് ആണ് എന്ത് ചെയ്യേണ്ടത്? മിസ്സിന് അയക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു 4-5 പ്രാവശ്യം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ടേ ഉള്ളൂ മിസ്സിന് അയക്കാവുള്ളൂ. അപ്പോഴേ പെർഫെക്ഷൻ വരത്തുള്ളൂ അല്ലേ? ഫസ്റ്റ് പ്രാവശ്യം തന്നെ നിങ്ങളിങ്ങനെ പറയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയാം, അങ്ങനെ കുറേ മൂളൽ വരും. അതിനേക്കാളും നല്ല 4-5 പ്രാവശ്യം നമ്മൾ പറഞ്ഞു നോക്കി പ്രാക്ടീസ് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിലോ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം 4-5 പ്രാവശ്യം പറഞ്ഞു നോക്കിയിട്ട് പറയുക. ക്ലിയർ ആണോ മക്കളെ? എന്താണ് പറഞ്ഞത്? ലെറ്റ്സ് ടോക്ക് ആണ്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വോയിസ് അയക്കേണ്ട കാര്യമാണ്. ഈസ് ദർ എ ട്രീ ഗ്രോയിങ് നിയർ യുവർ ഹൗസ്? നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു മരം വളരുന്നുണ്ടോ? ടെൽ us about the tree. ഞങ്ങളോട് ആ മരത്തിനെ കുറിച്ച് പറയുക. ഈസ് ഇറ്റ് ബിഗ് ഓർ സ്മോൾ? വലുതാണോ ചെറുതാണോ? ഡു യു ലൈക്ക് ദ ട്രീ? നിങ്ങൾക്ക് ആ മരം ഇഷ്ടമാണോ? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ട്രീ? ആ മരത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ എത്ര സെൻറ്റൻസ് വരും? 4 സെൻറ്റൻസേ വരത്തുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യാം? സംസാരിച്ചിട്ട് വോയിസ് അയക്കുക. ഓക്കെ, അപ്പം ഒരു ആക്ടിവിറ്റി ഭയങ്കര സിമ്പിളാണ്. രണ്ടാമത്തത് ടോക്ക് ചെയ്യാനുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കുഞ്ഞി ആക്ടിവിറ്റി, ലെറ്റ്സ് ഷെയർ. ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് ഹൗസസ്. സർക്കിൾ ദ വൺസ് യു ഹാവ് സീൻ എന്ന് കൊടുത്തേക്കുന്നത്. ഇവിടെ കുറേ ടൈപ്പിലുള്ള ഹൗസസ് ഉണ്ട്. മിസ് ഇങ്ങനെ കാണിക്കാം. ഒരു വീട് കണ്ടോ? ഇതൊരു വീടുണ്ട്. പിന്നെ ദേ ഇഗ്ലു ഉണ്ട്. പിന്നെ എന്താണ്? ഒരു ഫ്ലാറ്റ് ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? പിന്നെ എന്തുണ്ട്? ഒരു ബംഗ്ലാവ് ഉണ്ട്. ബംഗ്ലാവ്. ഇതെന്താ? ഹട്ടാണ്. ഈ 4 ടൈപ്പ് വീട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് എന്താ, സർക്കിൾ ദ വൺസ് യു ഹാവ് സീൻ. അത് ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കണ്ടേക്കുന്ന ഇതിനകത്ത് ഏത് ടൈപ്പൊക്കെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഫ്ലാറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റിന് ചുറ്റും റൗണ്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഇഗ്ലൂ എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞ് ഉള്ള സ്ഥലത്ത്, സ്നോ ഉള്ള സ്ഥലത്ത് മാത്രം കാണുന്ന ഒരു വീടാണ്. അത് നമ്മൾ കണ്ടിരിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഹട്ട്, കുടിൽ, കുഞ്ഞു വീടുണ്ടാവും, അതാണ് ഹട്ട് എന്ന് പറയാം. പിന്നെ ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പരന്ന മാളിക പോലെയുള്ള വീടുകൾ. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് റൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് ഇല്ലാത്തവർ എന്താ ചെയ്യുകയെന്നറിയോ, പിന്നെ മിസ് ഈ പേജിൻ്റെ ഫോട്ടോ ഗ്രൂപ്പിലിടുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹൗസസ് കണ്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് മാത്രം എഴുതുക. ഇതെന്തായാലും ഈ പേജ് നമ്മുടെ ഫോട്ടോ ഉണ്ടാവും, ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫ്ലാറ്റാണ് കണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തെഴുതുക, ഫ്ലാറ്റിന് എഴുതുക, FLAT, ഫ്ലാറ്റ്. അങ്ങനെ ബംഗ്ലാവ് ആണെങ്കിൽ ബംഗ്ലാവ്. അതിൻ്റെ സ്പെല്ലിങ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫോട്ടോ മിസ് അവിടെ ഇടുമ്പോൾ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, മതിയോ? വയറ് നിറഞ്ഞോ എല്ലാവർക്കും? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്ന മക്കളാണ്. അപ്പോൾ ആക്ടിവിറ്റീസും കൂടെ ആയപ്പോൾ നിറഞ്ഞോ? ശരിക്കും കംപ്ലീറ്റ് ആയോ? ഓക്കെ, മതിയല്ലേ. ഇനി പിന്നെ ലെറ്റ്സ് ഡ്രോ ആണ്. ലെറ്റ്സ് ഡ്രോ, നമുക്ക് വരയ്ക്കാം. ഇനി വരയ്ക്കാനുള്ളതാണ്. അത് നല്ല ആക്ടിവിറ്റിയാണ്. പിന്നെ നമ്മുടെ ഫീലിങ്സ് എഴുതാനാണ്. എല്ലാ ആക്ടിവിറ്റീസും ഭയങ്കര സിമ്പിളാണല്ലോ. ഈ 1ാം ക്ലാസ്സുകാർക്ക് എന്താ ഇത്രയും സിമ്പിളാക്കി കൊടുത്തിരിക്കുന്നത് അല്ലേ? ആണോ? ഓക്കെ, നല്ല ആക്ടിവിറ്റീസാണ് കേട്ടോ. നമുക്ക് നല്ല എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസാണ് നമ്മുടെ ടെക്സ്റ്റ് ഫുള്ള്. അപ്പോൾ ഈ 3 ആക്ടിവിറ്റീസ് പോരെ? ഇനി വേണോ? ഇനി വേണമെങ്കിൽ തരാം. വേണ്ട, എല്ലാവർക്കും മതിയായല്ലേ? ഓക്കെ. അപ്പം എല്ലാവരും നല്ല കുട്ടികളായിട്ട് വർക്ക്സ് ഒക്കെ ചെയ്ത് കറക്റ്റിന് അയച്ചു തരാം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? മിസ്സിനെ വിളിച്ച് ചോദിക്കുക കേട്ടോ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.